ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ സർക്കാരിന് കൈമാറാനിരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കേൾക്കാമെന്ന് കരുതുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് CPI എന്ന ഘടകകക്ഷിയുടെ സമ്മർദ്ദം വലിയ രീതിയിൽ ഉണ്ടാവുകയാണ് CPM-നുമേൽ. ഒപ്പം മറ്റ് ഘടകകക്ഷികളുടെയും ഒരു സമ്മർദ്ദം ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നത് സംബന്ധിച്ചു. അതേസമയം നമുക്കറിയാം, DGP നൽകിയ റിപ്പോർട്ടിൽ ഉന്നത RS നേതാക്കളെ ADGP കണ്ടതിലെ ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന കർശനമായ നിലപാട് DGP സ്വീകരിക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ DGP സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്താകുമെന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുമോ? സ്വപ്ന, രണ്ട് വിഷയങ്ങളാണ് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിന് മേലുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനമായും CPIയും RJDയും എടുത്ത കടുത്ത നിലപാടുകൾ തന്നെയാണ്. അതിൽ CPIയുടെ പ്രശ്നം തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയതും ഒപ്പം തന്നെ RSS നേതാക്കളുടെ കൂടിക്കാഴ്ചയും തന്നെയാണ്. ഈ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് CPI ഉള്ളത്. അത് സമാനമായ നിലപാട്, അതായത് LDF സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരമൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ടത് ശരിയായില്ല എന്ന നിലപാട് RJD മുന്നോട്ട് വയ്ക്കുന്നു. കടുത്ത നിലപാടാണ് ഈ രണ്ട് ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമായി നിൽക്കുന്നത്. മറ്റൊന്ന്, ഇതിനേക്കാൾ അപ്പുറത്ത്, ഈ ആരോപണങ്ങളെക്കാൾ അപ്പുറത്ത് ഈ റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് ADGP നൽകിയ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കലോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്കും ഒക്കെ തന്നെ എത്തിയത്. അവിടെ ADGP സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഇടപെടാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അന്ന് അതിന് പറഞ്ഞത് സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയതാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് താൻ അവിടെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നു, അവിടെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു ADGPയുടെ നിലപാട്. പക്ഷേ അതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് DGP റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം തന്നെ അധികാര പരിധി വിട്ടുള്ള ഇടപെടൽ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയായത്. ADGPയുടെ മൊഴി 2 തവണയായി രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്മേലാണ് സർക്കാർ നടപടിയിലേക്ക് കടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവറും പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാനമായും അദ്ദേഹത്തെ വെട്ടിലാക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഇല്ലാതെ ഒരു നടപടിയും ADGPക്കെതിരെ എടുക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. കാരണം അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ട്രിബ്യൂണലടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, മറ്റേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഇടപെടലുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം ചുമതലയിൽ നിന്ന് മാറ്റാമെന്ന കാര്യമെന്ന്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായോ ജയിൽ മേധാവിയായോ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും. ഏതായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ടൊരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനാവില്ല. സ്വപ്ന.